ഓണത്തിന് തളി മഹാദേവ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥന നടത്തുക എന്നത് വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. പതിവ് പോലെ ഇന്നും ക്ഷേത്രത്തിൽ ഭക്തരെത്തി മഹാദേവനെ തൊഴുത് അനുഗ്രഹം തേടിയാണ് വിശ്വാസികൾ ഓണാഘോഷം തുടങ്ങിയത്. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോടിന്റെ ഓണാഘോഷവും ഇതാ ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തളി ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ തൊട്ട് തന്നെ നിരവധി ഭക്തജനങ്ങൾ തൊഴാനായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പോഴും ആളുകൾ നിരവധിയായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനത്തിന് ശേഷം വീടുകളിലേക്ക് എത്തിയാണ് ഓണത്തിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് എല്ലാവരും കടക്കുക. ഇപ്പോൾ രാവിലെ തൊട്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പല ആളുകളുടെയും ഓണവിശേഷങ്ങൾ ചോദിക്കാം. അമ്മ, എന്തൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ഓണാഘോഷമൊക്കെ? നന്നായിട്ട് പോകുന്നു. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് വേണമായിരിക്കുമല്ലോ മറ്റു സദ്യയുടെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാൻ. എന്താ സ്പെഷ്യലുണ്ടോ? സ്പെഷ്യലൊന്നുമില്ല, സദ്യ മാത്രം പായസം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? അടിപൊളി. ചെറിയ മഴയൊക്കെ ഉണ്ട്, അത്ര പ്രശ്നമില്ല. പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഹാപ്പിയാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട്. മഴ ഭക്തിക്ക് എന്ത് മഴ വന്നിരിക്കുന്നു ആണല്ലേ? ഭക്തിയുള്ളൊരു ഇനിയിപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞു, വീട്ടിലെത്തിയിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. ഓണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. എന്താ ഇനി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാ? പല സ്ഥലത്തും പോയി വരികയാണ്. സദ്യയൊക്കെ എവിടെ നിന്നാണ് കഴിക്കുന്നത്? വീട്ടിൽ നിന്നാണോ? അതെ, വീട്ടിൽ നിന്ന്. ഈ വർഷത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച്? ഇന്നിനി എന്താ പരിപാടിയുള്ളത്? അടിച്ചു വിളിക്കാത്ര കൂട്ടുകാരുടെ ഒക്കെ കൂട്ടത്തില്. ചേട്ടാ, അപ്പൊ എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഓണം എങ്ങനെയുണ്ട്? ഇപ്രാവശ്യം കൂടുതലാണ് ആഘോഷം, എല്ലായിടത്തിലും അടിപൊളിയാണ്, എല്ലാ ആഘോഷവും കൂടുതലാണ്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? ഓണം കുഴപ്പമില്ല, അടിപൊളി. സ്കൂളിലാണോ കോളേജിലാണോ അതോ ജോലിയാണോ? ജോലിയാ. അപ്പൊ ജോലി സ്ഥലത്തൊക്കെ ഓണാഘോഷം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്. മഴ നമുക്ക് വിഷയമല്ല. അപ്പൊ ഇനി എന്താ പരിപാടി? ഇവിടുന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ പോയാൽ ഫുഡ് അടിക്കുക തന്നെ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണാഘോഷം? കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കുറവാണെന്നൊക്കെ ആൾക്കാർ പറയുന്നല്ലോ, അത്രയൊക്കെ ഉണ്ടോ? ചെറിയ മഴയൊക്കെ ഉണ്ട്, അപ്പൊ അത് ആഘോഷത്തിനൊരു കുറവുണ്ടോ? കുഴപ്പമില്ല. സദ്യ കാര്യങ്ങളൊക്കെ സദ്യയുടെ ബാക്കി പണി വീട്ടിൽ പോയിട്ട് വേണം. ഹാപ്പി ഓണം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരു ആഘോഷത്തിനൊക്കെ ഒരു കുറവ്, കുറച്ച് മഴന്റെ ഒരു പ്രയാസമുണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ രാവിലെ ക്ഷേത്രത്തിൽ വന്നു, ഇനി എന്താ പരിപാടികൾ? ഇനി നേരെ വീട്ടിൽ പോയി സദ്യയൊക്കെ ഒരുക്കണം. ചേച്ചി, എന്താ ഈ ആഘോഷമൊക്കെ? അടിപൊളി. ഇനി എന്താണ് സദ്യക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടോ? വേറെ എന്തെങ്കിലും? എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലേക്ക് ആഘോഷം? നല്ല ആഘോഷമായിരുന്നു. അപ്പൊ എന്താ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഭയങ്കര മഴയാണ്, പക്ഷെ ആഘോഷത്തിന് കുറവില്ല. മോളെത്രയിലാ പഠിക്കുന്നത്? 7ല്. എങ്ങനെയുണ്ടായിരുന്നു ആഘോഷമൊക്കെ ഇപ്രാവശ്യം? കാര്യമായിട്ടുള്ള രീതിയിലേക്ക് ഇനി വരുന്ന മണിക്കൂറുകളിൽ വലിയ ആഘോഷങ്ങളിലേക്ക് ആളുകൾ കടക്കും, ബന്ധുവീടുകൾ സന്ദർശിക്കും, അതോടൊപ്പം തന്നെ സദ്യ ഒരുക്കും, സദ്യ കഴിക്കും. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു ഓണക്കാലം മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത്. അപ്പം ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് കോഴിക്കോട് ബ്യൂറോയുടെ പേരിൽ എല്ലാവിധ ഓണാശംസകളും അറിയിക്കുന്നു. അതീന്ദ്ര ജിത്തുവിനൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.